കോൺഗ്രസ്സുകാർ കുറച്ച് നേതാക്കൾ ഫെവിക്കോൾ വാങ്ങണം. അവകാശവാദങ്ങളുടെ വലിയ വിപ്ലവസിംഹങ്ങളായി ഈ ജനങ്ങളുടെ മുന്നിൽ ചമയുന്നത് അങ്ങ് അവസാനിപ്പിക്കണം. ജനങ്ങൾ പരാജയപ്പെടുത്തിയത് ഈ പറയുന്ന ഒരു അത്രമേൽ വലിയ മോശം സർക്കാരിനെയല്ല, മറിച്ച് ഈ എന്തിനേയും കൂസാത്ത, എന്തും കാണിക്കുന്ന, എന്ത് തരത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിപ്പിക്കുന്ന, വിജയിക്കാനായി എന്തു മാർഗവും സ്വീകരിക്കുമെന്ന് ഒക്കെ തോന്നുന്ന ഒരു സർക്കാരിനെ കൂടിയാണ് തിരിച്ചടി നൽകിയത്. ഞാൻ പറഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ അത് അയാൾ കൊണ്ടുവന്നു, മറ്റേയാൾ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നിങ്ങളുടെ പ്രസ്താവനകളൊന്നുമല്ല ഈ വിജയത്തിന് കാരണമായത്. താഴെത്തട്ടിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകരുടെ അധ്വാനമുണ്ടിതിൽ. അവർക്ക് വോട്ട് ചേർക്കാനും അത്തരം കാര്യങ്ങൾ ചെയ്യാനും പാർട്ടി നേതൃത്വം നൽകിയ സഹായങ്ങളുണ്ട്. അതിനപ്പുറം വ്യക്തിപരമായ പ്രകടനങ്ങളുടെ അവകാശവാദങ്ങൾ ദയവായി നിങ്ങൾ ഒഴിവാക്കണം. പറ്റുമെങ്കിൽ വലിയൊരു ടിൻ ഫെവിക്കോൾ വാങ്ങിച്ചൊട്ടിച്ചിട്ട് ഇത് ജനങ്ങളുടെ വിജയമായി പറയണം. അല്ലാതെ ഞാൻ നേടി, അവൻ ആരടാ, ഞാൻ ആരടാ എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള നൃത്തനൃത്യങ്ങളും അതുപോലെ വാഴ്ത്തുപാട്ടുകളും ഒക്കെ കേട്ടതിൻ്റെ തിരിച്ചടി കൂടിയാണ് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരും ജനങ്ങളും ഉൾപ്പെടെ നൽകിയത്. അത് കോൺഗ്രസ്സുകാർക്ക് ഒരു പാഠമായിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നിങ്ങളുടെ പ്രസ്താവനയുടെയോ നിങ്ങളുടെ അച്ചടക്കത്തിൻ്റെയോ നിങ്ങളുടെ വലിയ മഹിമയുടെയോ ഒന്നുമായി നേതാക്കൾ ദയവായി കാണരുത്. ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയതിൽ നേതാക്കൾക്ക് നല്ല പങ്കുണ്ട് താനും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ, നിങ്ങളുടെ തള്ളലും കൊള്ളലും, നിങ്ങൾ കത്തിച്ചു വിടുന്നത്, അപ്പം 3 പേര് തള്ളുന്നത്, ഒരാൾക്ക് മറുപടി പറയാൻ 4 പേര് ചാടിയിറങ്ങുന്നത്, അപ്പോഴത്തേക്ക് വീരവാദം മുറക്കുന്നത്, ഇതിനെയെല്ലാം അതിജീവിച്ചാണ് കേരള ജനത നിങ്ങൾക്കൊരു മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ആ മാൻഡേറ്റ് അവരുടെ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ, ഇതെല്ലാം നിങ്ങളെ അറിയാമെന്നുള്ളതിനോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ സംഗതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മുന്നിൽ അവകാശവാദങ്ങളുടെ കണക്കുകൾ നിരത്തി, ഇത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അയാൾ പിടിച്ചതുകൊണ്ടാണ്, ഇയാൾ സിംഹമാണ്, പുലിയാണ്, തിരുവനന്തപുരത്ത് ഒരു പുലി, കൊല്ലത്ത് വേറൊരു പുലി, പിന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു പുലി, ഇതൊന്നുമില്ല. ഇതിനകത്ത് പുലിയും മറ്റുള്ളതൊന്നുമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. അവരുടെ പ്രതികരണം അവരുടെ എന്താ പറയുന്നത്, നിഷേധ വോട്ടുകളായിരുന്നു. അവരുടെ പ്രതികരണം ഒരു തിരുത്തൽ വോട്ടാണ്. അവരുടെ പ്രതികരണം ഒരു പ്രതീക്ഷയുടെ വോട്ടാണ്. ആ പ്രതീക്ഷയുടെ ഭാരം നിങ്ങളുടെ മേൽ വളരെ ഭദ്രമാണെന്നൊന്നും വോട്ട് ചെയ്തവർ വിശ്വസിക്കുന്നില്ല. അതിനുള്ള പാരസ്പരിക ബന്ധമോ കെട്ടുറപ്പോ ഐക്യമോ നിങ്ങൾ പൊതുസമൂഹത്തിൽ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ വിജയം മതിമറക്കാനും വ്യക്തിപരമായ അവകാശവാദത്തിനുമുള്ളതാണെന്ന ധാരണ കോൺഗ്രസ് നേതാക്കൾ ദയവായി ഒഴിവാക്കണം. 10 വർഷമായി നിങ്ങളെപ്പോലെ നേതൃസ്ഥലത്തില്ലാത്ത പാവപ്പെട്ടവരായ കോൺഗ്രസ് പ്രവർത്തകർ കേസ് പിൻവലിക്കാനാവാതെ, ഒരു സ്ഥലങ്ങളിൽ ജോലി കിട്ടാതെ, തൊഴിലിടങ്ങളിൽ ഒതുക്കപ്പെട്ട നിലയിൽ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വീർപ്പ് മുട്ടി കഴിയുന്നതിൻ്റെ കഷ്ടപ്പാടുകളുണ്ട്. പല സ്ഥലത്തേക്കും സ്ഥലം മാറ്റിയ ശേഷം 1 മാസത്തിലൊരിക്കൽ പോലും വീട്ടിലേക്ക് വരാൻ കഴിയാത്തവണ്ണം പല സ്ഥലത്തേക്കും വൈരാഗ്യബുദ്ധിയോടെ കൈകാര്യം ചെയ്ത ഒരുപാട് കഥകളുടെ വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ബൂത്തുകളിൽ പോയിരുന്ന് അടി വാങ്ങിച്ചവരുണ്ട്, മിണ്ടാൻ കഴിയാത്തവണ്ണം പ്രതിസന്ധിയിലായവരുണ്ട്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നടുവിലായി അനീതി മുമ്പിൽ നടക്കുമ്പോഴും നിശബ്ദമായി നോക്കി നിൽക്കേണ്ടി വന്ന മനുഷ്യരുടെ പ്രതികരണം കൂടിയാണിത്. അവിടെ എല്ലാവിടെയും നിങ്ങൾ വളരെ അതിശക്തമായ സമരം നടത്തി ഇത് പിടിച്ചു വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഈ നേതാവിൻ്റെ ഒരു നേട്ടമാണ്, ആ നേതാവിൻ്റെ ഒരു നേട്ടമാണ്, അല്ല. അതിനുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുള്ളവരുമല്ല. കാരണം മറ്റേതെങ്കിലും സർക്കാരായിരുന്നെങ്കിൽ ഈ കിട്ടിയ ഓരോ സന്ദർഭങ്ങളിലും ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അവർ കാണിച്ചു തന്നേനെ സമരം എന്താണെന്ന്. നിങ്ങൾക്ക് അത്രമേൽ വലിയ സമരങ്ങളൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ നിങ്ങളുടെ ദൗർബല്യങ്ങളെല്ലാം അറിയാവുന്ന, നിങ്ങൾക്കിതൊന്നും ചെയ്യാനാവില്ലെന്ന് മനസ്സിലാവുന്ന ജനങ്ങൾ തന്ന ഒരു മാൻഡേറ്റാണ് ഈ ജനവിധി. അതുകൊണ്ട് ഇതവൻ പുലിയടാ, മറ്റൊരു സിംഹമടാ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കളിപ്പിച്ച് ആ കയറ്റം ഒന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ വിജയത്തിൽ മതിമറക്കാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെവിക്കോളൊക്കെ വാങ്ങിച്ച് വായിലിട്ടിച്ചുകൊണ്ട് ഇത് മുഴുവൻ സാധാരണ പ്രവർത്തകർക്ക് നൽകുക. എൻ്റെ മേനിയാണ്, ഞാനൊരു പ്രവചനം നടത്തിയതുകൊണ്ട് അതുപോലെ പറ്റി എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് പ്രവചനം നടത്താൻ എന്തെങ്കിലും മാന്ത്രിക വിദ്യയുണ്ടോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതുണ്ടോ? ഒന്നുമില്ല. പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒത്തു, ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചില സ്റ്റെപ്പേ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണേടാ, തെന്നി വീഴുമെന്ന് പറയും. അന്നേരത്തെ സമയത്ത് ചിലപ്പോൾ തെന്നി വീണു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതാണ് തെന്നി വീണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ ഈ പറയുന്ന സംഗതികളൊക്കെയും അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അവരാണ് വോട്ട് ചെയ്തത്. ഈ പറഞ്ഞതെല്ലാം കണ്ടുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഈ ഇലക്ഷൻ സന്ദർഭങ്ങളിൽ പോലും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മിടുക്കും കഴിവും കാണിക്കാൻ വേണ്ടി നടത്തുന്നതൊക്കെയും കണ്ടവരാണ് ജനങ്ങൾ. അപ്പം ഇത് കഷ്ടപ്പാടിൻ്റെയും ഗതികേടിൻ്റെയും സഹിച്ച ജനതയുടെ ഒരു
ഒരു ഒരു ഒരു പ്രതിഷേധമാണിത്. അവിടെയാണ് നമ്മുടെ എം മണി സാറിനെ പോലെയുള്ളവർ പൊട്ടിത്തെറിച്ച് പറഞ്ഞു പോയത്, ഈ പെൻഷനൊക്കെ വാങ്ങിച്ച് തിന്നേച്ചും ഇതുപോലെ ചെയ്തല്ലോ എന്ന്. കാരണം അങ്ങനെ തിന്നാൽ പോലും ചെയ്യാതിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ പ്രവർത്തിച്ചു പോയതാണ്. അതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുതിർന്ന സാമൂഹ്യ മാധ്യമ പിന്തുണയുള്ള നേതാക്കൾ എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.